ശ്രേഷ്ഠ വ്യക്തികളെ, ഇന്ന് പഠിക്കാനും ഉദ്യോഗാർത്ഥികളുമായി ഇവിടെ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഹരിപ്പാട് ഇതുപോലെ മഹനീയമായൊരു സ്ഥാപനം തുടങ്ങുന്നു എന്ന് എന്നെ വക്കീൽ വിളിച്ച് സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു, ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നാളെ രാവിലെ പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസമാണ് ഞാനത് വിളിച്ച് കൺഫേം ചെയ്തത്. കാര്യം ഒരു ദേശത്തെ യുവജനങ്ങൾക്ക് വലിയ വലിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ സ്വിഫ്റ്റ് അക്കാഡമി എന്ന് പറയുന്നത്. ഞാൻ ഒരു വർഷത്തിന് മുമ്പ് എൻ്റെ പ്രിയ സുഹൃത്തും ഒരു കാലത്ത് സഹപ്രവർത്തകരുമായിരുന്ന രമേശ് ചെന്നിത്തല അവർ എന്നെ KPCCയുടെ മീറ്റിങ്ങിനോട് വിളിച്ചു. KPCയുടെ ഒരു സ്വീകരണ മീറ്റിങ്ങാണ്. ഞാൻ ആ മീറ്റിങ്ങിന് വന്നുകൊണ്ടിരുന്നപ്പോൾ പഞ്ചാബിലെ DGP സുമേത് സിംഗ് സെയിനി എന്നെ വിളിച്ച്. ഞാനിങ്ങനെ ഹരിപ്പാടൊരു മീറ്റിങ്ങിന് പോവുകയാണെന്നാണ്. അപ്പോൾ ഈ പാടെന്നുള്ള അദ്ദേഹം കേട്ടില്ല. അദ്ദേഹം ചോദിച്ചു, ഹാരപ്പ എന്നൊരു സ്ഥലം കേരളത്തിലോ? കാര്യം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പട്ടണമാണ് ഈ ഹാരപ്പ. അപ്പോൾ പാട് കേൾക്കാതെ അദ്ദേഹം വിചാരിച്ച് ഹാരപ്പ എന്ന് ഇവിടെ കണ്ടൊരു സ്ഥലത്തിന് പേരെണ്ണം. അപ്പോഴാണ് ഈ ഹരിപ്പാടിന് അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് എനിക്ക് പിടികിട്ടിയത്. അപ്പോൾ വളരെ കാലോചിതമായ ഒരു അക്കാഡമിയാണ് ഇവിടെ നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തിക്കുന്നത്. ഇന്ത്യ ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ 47 കൊല്ലത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 18 വയസ്സ് തൊട്ട് 38 വയസ്സിലുള്ള ആളുകളെ ഇന്ത്യയിലെടുത്താൽ 83% പേർക്ക് ഒരു ജോലിയില്ല, അൺഎംപ്ലോയിഡ്. 38 കോടി ആളുകൾ ബിലോ പോവർട്ടി ലൈനാണ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ലോകത്ത് ആകെയുള്ള ദരിദ്രരിൽ 50% കൂടുതൽ നമ്മുടെ രാജ്യത്താണ്. 2 കോടി ആളുകൾക്ക് ഫുഡ് സെക്യൂരിറ്റി ഇല്ല, ദിവസം ഒരു നേരം ആഹാരം കഴിക്കുമെന്ന് ഉറപ്പില്ല 2 കോടി ആളുകൾക്ക്. കേരളം 65 ലക്ഷം പേരാണ് തൊഴിലില്ലാതെ കേരളത്തിൽ നിൽക്കുന്നത്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ അനുസരിച്ച് 65 ലക്ഷം പേര് തൊഴിലില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനൊരു അവസരത്തിൽ നമ്മുടെ യുവാക്കൾക്ക് തൊഴിൽ ലഭിച്ച് നല്ല നല്ല പൊസിഷനിലെത്താൻ വേണ്ടി സഹായിക്കുന്നൊരു അക്കാഡമിയാണ് ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ സ്വിഫ്റ്റ് അക്കാഡമി എന്ന് പറയുന്നത്. അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഇന്ന് വലിയ അവസരങ്ങൾ തുറന്നു വരുന്ന ഒരു മേഖലയാണ്. ലോകത്തിൽ ജനിക്കുന്നൊരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാവുന്നൊരു പോസ്റ്റാണ് UN സിവിൽ സർവീസ്, UN-നോട് സിവിൽ സർവീസ്. ഡിഗ്രി കഴിഞ്ഞ് നമുക്ക് 2 പേപ്പറാണ്. YPP പ്രോഗ്രാമിൽ കയറി, യങ് പ്രൊഫഷണൽ പ്രോഗ്രാമിൽ കയറി, അവിടുന്ന് ഇൻ്റർനാഷണൽ റിലേഷൻസിലെ ഒരു പേപ്പറുമുണ്ട്, ജനറൽ നോളജിൻ്റെ ഒരു പേപ്പറുമുണ്ട്. അത് കഴിഞ്ഞാണ് ന്യൂയോർക്കിൽ വെച്ച് ഇൻ്റർവ്യൂ. പക്ഷേ അതിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ സൈഡിലൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ദ പേഴ്സൺ ഷാൽ നോ അക്കൗണ്ടൻസി ആൻഡ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് അറിഞ്ഞിരിക്കണം, അക്കൗണ്ടൻസി അറിഞ്ഞിരിക്കണം. പണ്ട് ഈ നിയമം ഇല്ലായിരുന്നു. നമ്മുടെ പ്രിയങ്കരനായ ശശി തരൂർ തിരുവനന്തപുരം MP UN സിവിൽ സർവീസിൽ കയറി അസിസ്റ്റൻറ്റ് സെക്രട്ടറിയിലായപ്പോഴാണ് തിരിച്ചു വന്നിട്ട് രാഷ്ട്രീയത്തിൽ കയറി പ്രവേശിച്ചത്. UN സിവിൽ സർവീസിൽ കയറിയാൽ 20 ലക്ഷം രൂപയാണ് സ്റ്റാർട്ടിങ് ശമ്പളം ഒരു മാസം. ഒരു 15-20 കൊല്ലം ജോലി ചെയ്താൽ നമുക്ക് ഒരു മാസം 1 കോടി രൂപ ശമ്പളം കിട്ടും. 1 crore rupees പെർ മന്ത് ശമ്പളമാണ്. പക്ഷേ ഈ ജോലിക്ക് പോകണമെങ്കിൽ നമ്മൾ MA ഫസ്റ്റ് റാങ്ക് ആയിരിക്കും, MSc ഫസ്റ്റ് റാങ്ക് ആയിരിക്കും. പക്ഷേ അക്കൗണ്ടൻസി അറിഞ്ഞുകൊണ്ടെങ്കിൽ രക്ഷയുണ്ടോ? അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഏത് ഡിഗ്രിക്കാരനാണെങ്കിലും ഒരു 3 മാസത്തെ ഒരു അക്കൗണ്ടൻസി കോഴ്സ് പാസ്സായി അതുണ്ട് നമ്മുടെ കയ്യിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ വി ഗെറ്റ് ക്വാളിഫൈഡ് ഫോർ ദ UN സിവിൽ സർവീസ്. ഇനി IAS പരീക്ഷ പാസ്സാവണം. 27 സർവീസുകൾ ചേരുന്നതാണ് IAS എക്സാമിനേഷൻ. IAS, IPS, IFS എന്ന 3 ക്ലാസ് 1 സർവീസസ്, പിന്നെ 17 സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് A സർവീസസ്, പിന്നെ ഗ്രൂപ്പ് B സർവീസസ് 7. പക്ഷേ 27 സർവീസിന് പോകണമെങ്കിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം അതിൻ്റെ പ്രിലിമിനറി പരീക്ഷ പാസ്സാവുക. ആ പ്രിലിമിനറി പരീക്ഷയ്ക്കുള്ള CSAT പേപ്പറിനകത്ത് 20 ചോദ്യങ്ങൾ ലോജിക്കൽ റീസണിങ് ആൻഡ് ന്യൂമറോളജി ആണ് അതിൻ്റെ ചോദ്യം. ആ ചോദ്യം വരുന്ന മുഴുവൻ അക്കൗണ്ടൻസി ഏരിയയിലാണ്. ഒരു കണക്കിട്ടിട്ട് ആ കണക്കിനകത്ത് നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുമോ, ആ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ചോദ്യം വരുന്നത്. അപ്പോൾ അക്കൗണ്ടൻസിയിൽ യാതൊരു പരിചയമില്ലാത്തൊരു കുട്ടി, ഞങ്ങളൊന്നും പരീക്ഷ എഴുതുമ്പോൾ ഇതില്ല, ഇപ്പോഴാണ് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു അക്കൗണ്ടൻസി പരിചയമുള്ളൊരു കുട്ടിക്ക് ആ 20 ചോദ്യങ്ങൾ ലോജിക്കൽ ന്യൂമറോളജി ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. ഇനി IAS പഠിക്കുമ്പോൾ 22 ഓപ്ഷണൽ സബ്ജക്റ്റ് ഉണ്ട്. അതിലൊരു ഓപ്ഷണൽ സബ്ജക്റ്റ് കോമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസിയാണ്.
നമ്മുടെ കുട്ടികളിൽ പലരും BCom എടുത്ത ശേഷം കോമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസി എടുത്ത് പരീക്ഷയ്ക്ക് വരും. പക്ഷേ അക്കൗണ്ടൻസി ഏരിയയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. BComനകത്തുള്ള അറിവ് വെച്ചിട്ട് BCom എഴുതും, കോമേഴ്സ് എഴുതും, പക്ഷേ അക്കൗണ്ടൻസി ഏരിയയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു BCom കഴിഞ്ഞൊരു കുട്ടി അക്കൗണ്ടൻസിയിൽ സ്വിഫ്റ്റിൽ ഒരു കോഴ്സ് പാസ്സാവുകയാണെങ്കിൽ ആ കുട്ടിക്ക് കോമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസി എടുത്തിട്ട് സിവിൽ സർവീസ് പാസ്സാവാൻ വളരെ വളരെ എളുപ്പമായിട്ട് മാറും. IAS പരീക്ഷയിൽ വളരെ പ്രത്യേകമായി ഇന്ത്യയിൽ കുറേ പ്രൊഫഷണൽ സർവീസുണ്ട്. പ്രൊഫഷണൽ സർവീസസിൽ വളരെ വളരെ പ്രധാനപ്പെട്ട 2 സർവീസുണ്ട്. ഒന്ന് ഇന്ത്യൻ എക്കണോമിക് സർവീസ്, 2 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ്. അപ്പോൾ ഒരു ബേസിക് ഡിഗ്രി ഉള്ളൊരു കുട്ടിക്ക് ഇത് രണ്ടിനും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു BA എക്കണോമിക്സ് എടുത്തൊരു കുട്ടി അക്കൗണ്ടൻസിയുടെ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വളരെ ഈസിയായി ഇന്ത്യൻ എക്കണോമിക് സർവീസ് പാസ്സാവും. IASനും തുല്യമായ സർവീസാണ് ഇന്ത്യൻ എക്കണോമിക് സർവീസ്. BCom എടുത്തൊരു